അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സമാദരണീയരായ ജലാലുദ്ദീൻ ഉസ്താദ് അവർകൾ, ബഹുവന്യരായ നവാസ് മന്നാനി അവർകൾ, പ്രിയങ്കരനായ ചക്കമല ഷംസുദ്ദീൻ മന്നാനി ഉസ്താദ് അവർകൾ, ബഹുമാന ജഅഫർ സാദിഖ് ഉസ്താദ് അവർകൾ, ഈ മഹത്തായ പരിപാടിയിലേക്ക് അടുത്തു നിന്നും മകലിൽ നിന്നൊക്കെ എത്തിച്ചേർന്നിട്ടുള്ള ബഹുമാന്യരായ സഹോദരന്മാരെ, മറുഭാഗത്തിരിക്കുന്ന സഹോദരിമാരെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവൻ്റെ റഹ്മത്ത് കൊണ്ട് നമ്മുടെ ഈ ഒരുമിച്ച് കൂടൽ സ്വീകരിക്കുമാറാകട്ടെ. ആമീൻ പറ മക്കളെ ഉറക്കെ. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ബഹുമാനികളെ, നാം എല്ലാം പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുന്നത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, നവാസ് മന്നാനി ഉസ്താദ് അവരുടെ മനോഹരമായ പ്രഭാഷണം. അത് കഴിഞ്ഞ് ബഹുമാനപ്പെട്ട മുസമ്മിൽ കോയ തങ്ങൾ അവരുടെ ഭക്തി നിർഭരമായ ദുആ. ഇതാണ് ഇവിടെ നടക്കുന്നത്. ഇൻഷാ അല്ലാഹ് അത് എത്രയും പെട്ടെന്ന് മന്നാനി ഉസ്താദ് അവരുടെ പ്രഭാഷണം ആരംഭിക്കും. തങ്ങളിതാ എത്തിക്കൊണ്ടിരിക്കുകയാണ്. മിനിറ്റുകൾ കഴിയുമ്പോൾ ഇൻഷാ അല്ലാഹ് ഇവിടെ എത്തുന്നതാണ്. ഇവിടെ നടക്കുന്ന നമ്മുടെ ആദരണീയ ഉസ്താദ് മർഹൂം സൈനുലാബ്ദീൻ ഉസ്താദ് അവരുടെ ആണ്ടും നമ്മുടെ ഈ മഹത്തായ സ്ഥാപനത്തിൻ്റെ വാർഷികവുമാണ് ഇവിടെ നടക്കുന്നത്. ബഹുമാനികളെ, നമ്മുടെ ആദരണീയരായ ഉസ്താദ് അവരുടെ അനുസ്മരണം നേരത്തെയും ഇപ്പോഴും ഓരോരുത്തരും അവരുടെ പ്രഭാഷണത്തിനോടനുബന്ധിച്ച് തന്നെ പറയുന്നത് നമുക്ക് കേൾക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം, അള്ളാഹുവിൻ്റെ ഔലിയാക്കളെ ഇത്രമാത്രം സ്നേഹിച്ച, അള്ളാഹുവിൻ്റെ സ്വാലിഹീങ്ങളോട്, സാദാത്യങ്ങളോട് ഇത്രമാത്രം അടുപ്പം പുലർത്തിയ, കൽബുകൊണ്ട് നിഷ്കളങ്കമായി സ്നേഹിച്ച മഹാനായ ഗുരുനാഥനായിരുന്നു സൈനുലാബ്ദീൻ ഉസ്താദ് എന്ന കാര്യത്തിൽ തർക്കമില്ല. മഹാനായ പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഒരു ചോദ്യം വന്നു. ഖീല ലി റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അയ്യുന്നാസി അഫ്ളൽ. നബിയെ, ജനങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠവാൻ ആരാ? മനുഷ്യരിലെ ഏറ്റവും വലിയ ശ്രേഷ്ഠവാൻ ആരാ? ഈ ചോദ്യത്തിന് എന്തു മറുപടിയാണ് കൊടുക്കുക? നമ്മളോട് ഒരാൾ ചോദിക്കുകയാണ്, നിങ്ങളുടെ മഹല്ലിലെ, നിങ്ങളുടെ ജമാഅത്തിലെ ഏറ്റവും ശ്രേഷ്ഠവാനായ ആള് ആരാണ് എന്ന് ചോദിച്ചാൽ നമ്മളിങ്ങനെ പരതും. പള്ളിയിൽ നിരന്തരമായി പോകുന്ന ഒരാളിന്റെ പേര്, അതല്ലെങ്കിൽ നാട്ടിൽ നിന്ന് ഒരുപാട് ഹജ്ജുകൾ, ഉംറകൾ നിർവഹിച്ച ഒരാളിന്റെ പേര്, അതല്ലെങ്കിൽ തത്തുല്യമായ മറ്റുള്ള അമലുകൾ, ഇബാദത്തുകൾ വളരെയധികം നിർവഹിക്കുന്ന ഒരാളിന്റെ പേരായിരിക്കും നാം പരതുക. ഇവിടെ മഹാനായ പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അയ്യുന്നാസി അഫ്ളൽ, ജനങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠവാൻ ആരാണ് നബിയെ എന്ന് ചോദിച്ച ആ ചോദ്യത്തിന് കൊടുത്ത മറുപടി എന്താണ്? ഖാൽ മൻ ഇൻദഫഅ ബിഹിന്നാസ്. ഒറ്റ മറുപടിയാണ് കൊടുത്തത്. ജനങ്ങൾക്ക് ഏറ്റവും ഉപകാരപ്പെടുന്നത് ആരാണോ, ജനങ്ങൾക്ക് ഏറ്റവും ഉപകാരപ്പെടുന്നത് ആരാണോ, മനുഷ്യരിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠവാൻ അവൻ തന്നെയാ. നമുക്ക് ഉറപ്പിച്ചു പറയാം, തറപ്പിച്ച് നമുക്ക് പറയാം, സൈനുലാബ്ദീൻ ഉസ്താദ് അവர்கள் ചെറുതല്ല. ഒരുപാട് ഉപകാരങ്ങൾ, ഒരുപാട് നന്മകൾ, ഒരുപാട് ഗുണങ്ങൾ വിശക്കുന്ന വയറുകൾക്ക്, അവിവാഹിതകളായ സാധുക്കളായ യതീം പെൺമക്കൾക്ക്, ഒരുപാട് പാവപ്പെട്ട ആളുകൾക്ക്, വിധവകൾക്ക്, പള്ളികൾക്ക്, മദ്രസകൾക്ക്, അറബി കോളേജുകൾക്ക് എത്ര ഉപകാരങ്ങളാണ് ചെയ്തത്. അദ്ദേഹത്തിനെ അനുകൂലിക്കുന്നവരും ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് സംഭാവന സ്വീകരിച്ചുകൊണ്ട് മറുഭാഗത്തിൽ നിന്ന് വിമർശിക്കുന്ന ആളുകളായാൽ പോലും അദ്ദേഹത്തിന്റെ മുന്നിൽ വന്ന് കൈനീട്ടല്ല, അദ്ദേഹത്തിന്റെ മുന്നിൽ വന്ന് ഒരു ആവശ്യം പറഞ്ഞാൽ ഒരിക്കലും അദ്ദേഹം നിരാകരിച്ചിട്ടില്ല. ആളുടെ മതം നോക്കിയിട്ടില്ല, ജാതി നോക്കിയിട്ടില്ല, പാർട്ടി നോക്കിയിട്ടില്ല, ഗ്രൂപ്പ് നോക്കിയിട്ടില്ല. സങ്കടത്തിന്റെ, വേദനയുടെ, പ്രയാസത്തിന്റെ, വിഷമങ്ങളുടെ ആ പൊതി അഴിച്ചു കഴിയുമ്പോ അദ്ദേഹത്തിന്റെ മനസ്സ് വളരെ ലോലമാകുകയും തന്നെ കൊണ്ട് ഏതൊക്കെ തരത്തിൽ കഴിയുമോ ആ നിലയിൽ അവരെ സഹായിക്കുകയും ചെയ്തതിന് ഞാൻ സാക്ഷിയാ.
ഇവിടെ ഇരിക്കുന്ന പണ്ഡിതന്മാര് പലപ്പോഴും സാക്ഷികളാണ്. ഈ ഇരിക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തരും ആ അനുഭവങ്ങൾ പറയാനുണ്ടാകും. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞത്, ആകാശക്കോട്ടയുടെ കീഴിലെ ഏറ്റവും ശ്രേഷ്ഠവാനായ മനുഷ്യൻ ജനങ്ങൾക്ക് ഒരുപാട് ഉപകാരം ചെയ്യുന്നവരാണ്. അവരിവിടെ മാത്രമല്ല, ഞാൻ അവരോടൊപ്പം നാഗൂര് പോയിട്ടുണ്ട്. ആ നാഗൂരിലെ പാവപ്പെട്ട മിസ്കിന്മാര്, ഫക്കീറന്മാര്, അവരെ കാണുമ്പോ തന്നെ ഓടി അടുത്തേക്ക് വരും. അവരുടെ മുഖത്ത് പുഞ്ചിരിയാണ്. കാരണം ഇന്ന് സുഭിക്ഷമായ ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാം. ഉസ്താദ് അവിടെ പോയാൽ ആടറുത്ത് ബിരിയാണി ഉണ്ടാക്കി അവിടെ കൂടുന്ന പാവപ്പെട്ട ഫക്കീറന്മാർ, മിസ്കിന്മാർക്ക് അവിടുത്തെ കൈകൊണ്ട് തന്നെ വിളമ്പി കൊടുക്കുന്ന കാഴ്ച എത്രയോ കണ്ടതാണ് എന്റെ പ്രിയപ്പെട്ടവരെ. ഇതൊന്നും ആലങ്കാരികമായി പറയുന്നതല്ല, ഇതൊന്നും ഇല്ലാത്തത് പറയുന്നതല്ല. അനുഭവത്തിന്റെ സാക്ഷിയാണ് ഞാൻ. വ്യക്തമായിട്ട് എനിക്കത് പറയാൻ കഴിയും. ആടറുത്ത് ബിരിയാണി വെച്ച് സാധുക്കളായ ആളുകൾ, അതിൽ വിധവകളുണ്ട്, യതീമക്കളുണ്ട്, പാവപ്പെട്ടവരുണ്ട്. അവര് വന്ന് ആ അന്നം വാങ്ങിയിട്ട് ആ പുഞ്ചിരിയോടെ സന്തോഷത്തോടെ മടങ്ങിപ്പോകുന്ന കാഴ്ച അള്ളാഹു ഏറ്റവും ഇഷ്ടപ്പെടുന്ന, അള്ളാഹുവിന്റെ റസൂല് ഏറ്റവും പ്രിയപ്പെട്ട ആ ഒരു അമലാണ്, ആ ഒരു നന്മയാണ്, ഉപകാരമാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. അതിന് ബഹുമാനപ്പെട്ട മർഹൂം ഉസ്താദ് അവറുകൾ ഏറ്റവും മുന്നിലാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. ഇത് ഔലിയാക്കളുടെ സ്വഭാവമാണ്. ആ സ്വഭാവം അദ്ദേഹം സാംശീകരിച്ചു. അതുപോലെ ഇൽമിനെ ഇത്രയും സ്നേഹിച്ച തന്റെ പൊന്നു മക്കളെക്കാൾ അദ്ദേഹത്തിന് സ്നേഹം ഈ ഖാദിരിയ സ്ഥാപനമാണ്. ഇവിടെ ആലിമീങ്ങൾ എല്ലാ തലത്തിലും ആത്മീയ ഭൗതികമായ അറിവുകൾ നേടിയിട്ട് സമുദായത്തിന്റെ എല്ലാവിധ സന്തോഷത്തിനു വേണ്ടി, ദീനിന്റെ ഖിദ്മത്തിനു വേണ്ടി പ്രവർത്തിക്കുന്ന മഹാത്മാക്കളായ ഉലമാക്കളെ വാർത്തുവിടണം എന്ന ആഗ്രഹം സക്കറാത്തിന്റെ സമയത്തും തന്റെ പ്രിയപ്പെട്ട മകനെ വിളിച്ചിട്ട് പറയാനുള്ളത് അതാണ്. ഓഹരിയെ കുറിച്ചല്ല, മറ്റ് സമ്പത്തിനെ കുറിച്ചല്ല, ഞാൻ മരിച്ചു പോയാൽ എന്റെ കുടുംബത്തിനെ കുറിച്ചല്ല സങ്കടം പറഞ്ഞത്. ഈ സ്ഥാപനത്തിന്റെ ഉയർച്ച, ഈ സ്ഥാപനത്തിന്റെ വളർച്ച. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. മന്നാനി ഉസ്താദിന്റെ മനോഹരമായ പ്രഭാഷണം നമുക്ക് കേൾക്കേണ്ടതാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ ഞാൻ ചുരുക്കുകയാണ്. അതുകൊണ്ട് ഒന്ന് മാത്രമാണ് പറയാനുള്ളത്. മഹാനവറുകൾ ജീവിച്ചിരുന്ന ജീവിതകാലം ഇവിടുത്തെ ഒരു പരിപാടിക്ക് വരുമ്പോ വിളിച്ചാൽ ഓടി വരും. കാരണം അദ്ദേഹമാണ് വിളിക്കുന്നത്. ഇവിടുത്തെ ഒരു കാര്യത്തിന് മുന്നിട്ട് പ്രവർത്തിക്കും. പക്ഷെ അദ്ദേഹം വിട പറഞ്ഞു പോയി. പലർക്കും തിരക്കുകൾ കാരണത്താൽ പഴയതുപോലെ എത്താൻ കഴിയുന്നില്ല എന്നത് യാഥാർത്ഥ്യമാണെങ്കിലും ബഹുമാനപ്പെട്ട സൈനുൽ ആബിദീൻ ഉസ്താദ് അവറുകളെ ഒരു നേരമെങ്കിലും കണ്ട് പരിചയപ്പെട്ട ആ സ്നേഹം ആസ്വദിക്കാൻ സൗഭാഗ്യം സിദ്ധിച്ച എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, പ്രത്യേകിച്ച് എന്റെ പ്രിയപ്പെട്ടവരെ, ഇൻഷാ അല്ലാഹ് ഇവിടെ നടക്കുന്ന വിദ്യാഭ്യാസ ഉന്നതമായ മേഖലയിലേക്കുള്ള എല്ലാ പ്രവർത്തനങ്ങൾക്കും നിങ്ങളില്ലാത്ത പണം ലോൺ എടുത്തു കൊണ്ടുവന്ന് സംഭാവന അർപ്പിക്കണമെന്നല്ല പറയുന്നത്. ശാരീരികമായ നിലയിൽ അദ്ദേഹത്തിനെ സ്നേഹിക്കുന്ന, അദ്ദേഹത്തിന് ആത്മാർത്ഥമായിട്ട് അടുപ്പം കാട്ടിയിരുന്ന ആളുകൾ എല്ലാ കാര്യങ്ങൾക്കും എല്ലാ തലങ്ങളിലും ഇവിടെ വരികയും ഈ പ്രവർത്തനവുമായി ബന്ധപ്പെടുകയും ഇവിടുത്തെ എല്ലാ കാര്യങ്ങൾക്കും മുന്നിട്ട് പ്രവർത്തിക്കുകയും ചെയ്യുന്നതിനോടൊപ്പം ഇൻഷാ അല്ലാഹ് അദ്ദേഹം ആഗ്രഹിച്ചതുപോലെ മനോഹരമായ ഒരു പള്ളിയുടെ പ്രവർത്തനം ഉടൻ തന്നെ താമസം വിന ഇൻഷാ അല്ലാഹ് ആരംഭിക്കുന്നതാണ്. ഒന്ന് സങ്കല്പിച്ചു നോക്കുക. മനോഹരമായ പള്ളി, മനോഹരമായ സ്ഥാപനം, നിറഞ്ഞിരിക്കുന്ന വിദ്യാർത്ഥിനി സമൂഹം, അതിന്റെ മുന്നിൽ അതിന്റെ ബാനിയായ മഹാനവറുകളുടെ അന്തിയുറക്കം എത്ര മനോഹരമാണ്. പരിശുദ്ധമായ ബാഖിയാത്ത് സ്വാലിഹാത്ത് ഉൾപ്പെടെയുള്ള പല കോളേജുകളിലും അവിടുത്തെ ബാനികളുടെ മഖാമ് കോളേജിന്റെ മുമ്പിൽ തന്നെ കാണാം. അതിനെ അനുസ്മരിക്കുന്ന തരത്തില് ഈ പരിശുദ്ധമായ നമ്മുടെ ഈ ഖാദിരിയ സ്ഥാപനം ഇൻഷാ അല്ലാഹ് ആ നിലയിൽ ഉയർത്തിക്കൊണ്ടുവരാൻ എല്ലാവരുടെയും ശാരീരിക, സാമ്പത്തിക, സാന്നിധ്യ, ദുആ കൊണ്ടുള്ള എല്ലാ സഹായങ്ങളും ഉണ്ടാകണമെന്ന് വളരെ വിനീതമായി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മഹാനവറുകളുടെ ദറജകൾ ഉയർത്തി കൊടുക്കുകയും അള്ളാഹുവിന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഇഷ്ടദാസരിലേക്ക് മഹാനവറുകളെ അള്ളാഹു ഉയർത്തുകയും നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ അവരെയും അവരുടെ കുടുംബങ്ങളും മക്കള് പേരമക്കള് നാമം നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയിട്ടുള്ള ഒരു കൂട്ട കുടുംബാദികൾക്കെല്ലാം ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂടാനും അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്തു
ചെയ്തുകൊണ്ട് എന്റെ ചുരുങ്ങിയ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുകയാണ്. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാനപ്പെട്ട നവാസ് മന്നാനി അവർകൾ, ഞാൻ അദ്ദേഹത്തിനെ കുറിച്ച് പറയുന്നില്ല. ഇന്ന് കേരളത്തിൽ ഇങ്ങോട്ട് കേൾക്കണേ, ഇന്ന് കേരളത്തിൽ ഞാൻ വെറുതെ തെക്കും വടക്കൊക്കെ കറങ്ങുന്ന ആളാ ഞാൻ. ഇന്ന് കേരളത്തിൽ പ്രഭാഷണം നടത്തുന്ന ഏറ്റവും വലിയ തിരക്കുള്ള ഒരു സാധനമാണ് ഈ ഇരിക്കുന്നത്. അള്ളാഹു വർദ്ധിപ്പിച്ചു കൊടുക്കുമാറാകട്ടെ. ആമീൻ ഉറക്കെ പറയണേ. അള്ളാഹു ഇനിയും ഒരുപാട് ദറജകൾ അള്ളാഹുവിന്റെ ദീനിന് ഏറെ കാലങ്ങൾ ഖിദ്മത്ത് ചെയ്യാനും ആ ശബ്ദത്തിനും ആ ചിന്തയ്ക്കും ആ അവതരണത്തിനും ആ ശരീരത്തിനും അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ആമീൻ. അദ്ദേഹത്തിനെ ഞാൻ ക്ഷണിക്കുന്നു എന്ന് പറയുന്നതിന് മുൻപ് നമ്മുടെ ഈ ചെറുവല്ലി മഹലിന്റെ ചീഫ് ഇമാം, എന്റെ പ്രിയപ്പെട്ട സുഹൃത്തും നമ്മുടെ ഉസ്താദിന്റെയും പ്രിയപ്പെട്ട ആളായ യാസിർ മന്നാനി, അവരായിരുന്നു ഉദ്ഘാടനം ചെയ്യേണ്ടത്. ആ ഉദ്ഘാടനം ചെയ്യുന്ന സമയത്ത് ആ ജമാഅത്തിലെ അസ്ർ നിസ്കാരം കഴിഞ്ഞ് 2 മിനിറ്റ് വൈകി പോയത് കൊണ്ട് ചക്കവല്ല ഉസ്താദ് പറഞ്ഞതുപോലെ ബിസ്മി പറഞ്ഞ് ഉദ്ഘാടനം ചെയ്തു. ഇനി ഉദ്ഘാടന പ്രസംഗം യാസിർ മന്നാനി 2 മിനിറ്റ് കൊണ്ട് അവസാനിപ്പിച്ച് മന്നാനി ഉസ്താദ് നമുക്ക് ഇൻഷാ അല്ലാഹ് വിളിക്കാം. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ആ ദൂരെ നിൽക്കുന്നവരൊക്കെ ആ കസേരയിൽ വന്നിരുന്നാൽ ഇവിടെ നിന്ന് പ്രസംഗിക്കുന്നവർക്ക് വലിയ റാഹത്താവും. നിരാശപ്പെടേണ്ടി വരില്ല നിങ്ങൾക്ക്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് അത്യാവശ്യം പ്രവർത്തകർ മാത്രം പുറത്തു നിന്നിട്ട് ബാക്കിയുള്ളവരും കൊണ്ട് കടന്നിരിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.